നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുടെ മൊബൈൽ ഫോൺ സിം ഓണായി. കോഴിക്കോട് തിരുവമ്പാടിയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. തിരുവമ്പാടിയിൽ കുറച്ചു കാലം കോറി തൊഴിലാളിയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കാരണം ഈ ചെന്താമരയെക്കുറിച്ച് നമ്മൾ 5-6 വർഷം പിന്നോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ കൂടി അന്നത്തെ 2019 ആ വലിയ കൊലപാതകത്തിന് ശേഷം ഇത്തരത്തിൽ പോലീസിനെ ചുറ്റിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഏത് രീതിയിലും വേഷം മാറി ഏത് മേഖലയിലേക്കും ചെയ്യാൻ ചെല്ലുന്ന വ്യക്തിയാണ്. അന്ന് 5 ദിവസമാണ് ഉൾവനത്തിൽ അന്ന് ഒളിവിലിരുന്നത്. അതിനുശേഷം നന്നായി പണിപ്പെട്ടാണ് പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞത്. അപ്പോൾ ഏത് രീതിയിലും എല്ലാ രീതിയിലും സമർത്ഥനായ ഒരു കൊലയാളിയാണ് ഈ ചെന്താമര എന്നുള്ളത്. അപ്പോൾ പോലീസിനെ ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും വട്ടം ചുറ്റിക്കുകയാണ്. എവിടേക്ക് പോയിരിക്കാം, അങ്ങനെ എല്ലാ തരത്തിലും ലുക്കൗട്ട് നോട്ടീസും എല്ലാ അതിർത്തി പ്രദേശങ്ങളിലും സംസ്ഥാനത്തിൻ്റെ അതിർത്തികളിലും ഒക്കെ തന്നെ മെസ്സേജുകൾ പോലീസ് പാസ് ചെയ്തിരിക്കുന്ന വേളയിലും പ്രതിയെ ഇപ്പോഴും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥിതി. അപ്പോൾ ഇപ്പോൾ വരുന്ന ഒരു ചില സംശയങ്ങളാണ് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുടെ മൊബൈൽ ഫോൺ സിം ഓണായി എന്നുള്ളതാണ് കോഴിക്കോട് തിരുവമ്പാടിയിൽ ലൊക്കേഷൻ കാണിക്കുന്നത്. അയാളെ കണ്ടോ, ആ വ്യക്തിയെ കണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി അറിയിപ്പ് വരേണ്ടതുണ്ട്. തിരുവമ്പാടിയിൽ കുറച്ചു കാലം അദ്ദേഹം ക്വാറി തൊഴിലാളിയായിരുന്നു എന്നുള്ളതാണ്. ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഈ മൊബൈൽ ഓണാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സമർത്ഥനായ ആളാണ് ഈ വ്യക്തി. അപ്പോൾ എന്ത് പുതിയ അപ്ഡേഷനാണ് പോലീസ് അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്നത്? അത് ട്രേസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മറ്റെന്തെങ്കിലും സാധ്യതകൾ അവർ പറയുന്നുണ്ടോ? അതായത് ചെന്താമരയുടെ 2 സിമ്മിൽ ഒരു സിമ്മാണ് കോഴിക്കോട് വെച്ച് ഓണായത്. അത്തരത്തിൽ സിം ഓണായി അത് ട്രേസ് ചെയ്ത് ആ പോലീസ് അവിടെ പരിശോധന നടത്തുന്നുണ്ട്. ഇയാൾ അവിടെ കോഴിക്കോട് ഒരു ക്വാറിയിൽ ജോലി ചെയ്തിരുന്നു. ആ ക്വാറി പ്രദേശത്തിൽ പോലീസ്, അതായത് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്തുകയോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ആ കോഴിക്കോട് കേന്ദ്രീകരിച്ചു കൂടി തന്നെ കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണം നടത്തിയിരുന്നു. കാരണം ഇയാൾക്ക് കോഴിക്കോട് കുറച്ച് ബന്ധങ്ങളുണ്ടെന്ന് ഇയാളുടെ ബന്ധുക്കളിൽ നിന്ന് വിവരം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോടും പോലീസ് പരിശോധനകൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇയാളുമായി ബന്ധമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തിയിരുന്നു. ഇന്ന് കോഴിക്കോട് വെച്ചാണ് ഇയാളുടെ സിം അല്പസമയം മുൻപ് ആക്ടിവേറ്റ് ആയത്. ഈ 2 സിം ഉണ്ട്, അതിൽ ഒരു സിമ്മാണ് ഇത്തരത്തിൽ പ്രവർത്തനക്ഷമമായത്. അതോടെ കൂടി തന്നെ ഇയാളെ ആ പ്രദേശത്തുണ്ട് എന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്ത് കൂടുതൽ തിരച്ചിൽ പോലീസ് നടത്തുന്നുണ്ട്. അതേസമയമാണ് ഈ ക്വാറിയിൽ ഇയാളുണ്ടോ, അതായത് ക്വാറിയുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. അവിടെ ഒരു ക്വാറി തൊഴിലാളിയെ ജോലി ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തു കൂടി പോലീസ് തിരച്ചിൽ നടത്തി. സ്വാഭാവികമായും പ്രതീഷ് സൂചിപ്പിച്ചതുപോലെ സമർത്ഥനായ, വളരെ പ്ലാൻഡ് ആയി ഇത്തരത്തിൽ ഒളിവിൽ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അത്തരത്തിൽ ആ സൂചനകൾ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കാര്യമായ ലീഡ് പോലീസിന് കിട്ടുന്നുണ്ടോ? 24 മണിക്കൂർ പിന്നിടുമ്പോൾ അരിച്ചു പറക്കുകയാണ് പോലീസ്. പല രീതിയിൽ തിരിഞ്ഞ് ഈ അന്വേഷണ സംഘം കുറച്ചുകൂടി വിപുലീകരിക്കേണ്ട ഒരു സാഹചര്യമോ മറ്റോ ഉണ്ടോ? അതല്ല മറ്റെന്തെങ്കിലും ലീഡ്, പ്രതീക്ഷ നൽകുന്ന ലീഡോ മറ്റോ മാധ്യമങ്ങളോട് അങ്ങനെ എന്തെങ്കിലും ഔദ്യോഗികമായി പങ്കുവെച്ചില്ലെങ്കിൽ കൂടിയും അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ പറയപ്പെടുന്നുണ്ടോ? അതായത് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പറയുന്നത് വളരെ ശുഭപ്രതീക്ഷയിലാണ്. ഇന്നത്തോടുകൂടി അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഈ പ്രതിയെ പിടികൂടും എന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള, നമ്മളോട് പറയുന്നില്ലെങ്കിൽ കൂടി ഏതെങ്കിലും തരത്തിലുള്ള ലീഡ് ഉണ്ടോ, ലഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അല്പസമയത്തിന് ശേഷം പാലക്കാട് എസ്പിയുടെ ഒരു പ്രസ് മീറ്റ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്വാഭാവികമായും അതിൽ നമുക്ക് ചോദിക്കാവുന്നതാണ് ഏതെങ്കിലും ഇത്തരത്തിലുള്ള ശുഭകരമായിട്ടുള്ള എന്തെങ്കിലും സൂചനകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കാവുന്നതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് അത്തരത്തിലൊരു വിവരം പ്രധാനമായും ലഭിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അവർ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രതികരിക്കുന്നത്. ഉടൻ തന്നെ പ്രതി പിടിയിലാകുമെന്നുള്ള ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷയും അവർ വച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ നമുക്ക് ഏതെങ്കിലും തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അനൌദ്യോഗികമായി പോലും അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ പോലീസിന് ശാസ്ത്രീയമായി ഉറപ്പിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു വിവരം ലഭിച്ചത് ഇയാളുടെ ഫോണിന്റെ ഒരു സിം ആക്ടിവേറ്റ് ആയത് മാത്രമാണ്. പക്ഷേ അതും ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണോ തുടങ്ങിയ കാര്യങ്ങൾ അറിയില്ല. ഇത്തരത്തിൽ വീടിനുള്ളിൽ നിന്ന് വിഷക്കുപ്പി കണ്ടെത്തി അത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. അത്തരത്തിലുള്ള പല സംശയങ്ങളുമുണ്ട്. അപ്പോൾ പോലീസ് സ്വാഭാവികമായും സമർത്ഥമായിട്ടുള്ള, അല്ലെങ്കിൽ അരിച്ചുപറക്കിയുള്ള ഒരു അന്വേഷണം നടത്തുന്നു. എല്ലാ സാധ്യതകളും തേടുന്നു. ഇതിനിടയിൽ പല പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും ഇയാളുടെ രൂപസാദൃശ്യമുള്ള ആളുകളെ കണ്ടു. അത്തരത്തിലുള്ള നിരവധി ഫോൺ കോളുകൾ പോലീസിന് വരുന്നുണ്ട്. പാലക്കാട് വെച്ച് ഇത്തരത്തിൽ ഒരു സംഭവമാണ് ഉണ്ടായത്. പാലക്കാട് പ്രതി ഉണ്ടെന്നുള്ള സൂചന പോലീസിന് ലഭിച്ചത് അത് ഇത്തരത്തിൽ തന്നെ ഇയാളുടെ രൂപസാദൃശ്യമുള്ള ഒരാളെ കണ്ട് ഇത്തരത്തിൽ വിളിച്ചു
വിളിച്ചു പറഞ്ഞതായിരുന്നു. അവിടേക്ക് പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ അത് അയാളല്ല എന്നുള്ള വിവരങ്ങൾ ലഭ്യമായി. അതോടൊപ്പം തന്നെ ശരി, അങ്ങനെ സമർത്ഥനായ കൊലയാളിയാണ്. ഏത് രീതിയിലും ഏത് സമയത്തും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ